പറയാനേ മാരേജ് മാരേജ് ചെയ്യുമ്പോ ഇഷ്ടപ്പെട്ട് കണ്ടല്ലേ മാരേജ് അങ്ങനെ നോക്കുമ്പോ ഇഷ്ടപ്പെട്ടുള്ള മാരേജ് ആണ്. പക്ഷെ പ്രേമിച്ച് നടന്നിട്ടൊന്നുമില്ല, അങ്ങനെ സംഭവമൊന്നുമില്ല. ഇപ്പൊ 3 വർഷമായില്ല നമ്മൾ സ്നേഹിക്കണേ. 3 വർഷമല്ല 3.5 വർഷം. 3.5 വർഷം. ആയിഷോന്റെ 2.5 വർഷമായിട്ട് 3.5 വർഷമായി സ്നേഹിച്ചുകൊണ്ട് ജീവിക്കും. ആദ്യമായിട്ട് കുറേ നല്ല പറഞ്ഞത് അരിച്ചാക്കൊക്കെ അല്ല അരിച്ചാക്കല്ല ചെറിയ കവറൊക്കെ ഇങ്ങനെ ഇവന്റെ ഭാഷ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായിട്ടുള്ള 2 വ്യക്തികളാണ് ടി ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലെ ഈ ഭാര്യയും ഭർത്താവും. ഇവർ ചെയ്തു പോയ തെറ്റ് എന്താണ്, ഇവർ ഇത്രമാത്രം സമൂഹ മധ്യത്തിൽ ചില പേർ മോശമായി കാണിക്കാനുള്ള കാരണം എന്നത് ഭർത്താവിന് പ്രായം കുറവും അതുപോലെ തന്നെ ഭാര്യയ്ക്ക് കുറച്ച് പ്രായം കൂടുതലും എന്നുള്ള രീതിയിലാണ്. ഇവർ രണ്ടുപേരും വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇവർക്കില്ലാതെ ഒരു പ്രശ്നം എന്താണ് മറ്റുള്ളവർക്ക്? ഇവർക്ക് യാതൊരു ഒരു പ്രശ്നവുമില്ല. അവർ നല്ല സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. അവർ മനസ്സറിഞ്ഞിട്ടാണ്, അവർ പരസ്പരം മനസ്സിലാക്കിയിട്ടാണ്. അവരുടെ പ്രായത്തിന്റെ ഒന്നും വ്യത്യാസം അവർക്ക് കാണിക്കുന്നില്ല. ഭാര്യയ്ക്ക് പ്രായം കൂടുതലുണ്ടെന്നോ ഭർത്താവിന് പ്രായം കുറവാണോ എന്നുള്ള കോംപ്ലക്സ് ഒന്നും അവരുടെ ഇടയിലില്ല. അവർ വളരെ സന്തോഷമായിട്ട് അവരുടെ മകളുമായി സന്തോഷമായിട്ട് ജീവിക്കുന്നു. പിന്നെ എന്തിനാണ് അവർക്കില്ലാതെ ദുഃഖങ്ങളും പരിഭ്രമങ്ങളും മറ്റുള്ളവർക്ക്? അവരെ കുറിച്ചിട്ട് അവർ ഇപ്പോൾ അടുത്ത ഒരു യൂട്യൂബ് ചാനലിൽ അവർ കൊടുത്ത ഇന്റർവ്യൂ വളരെ വൈറലായിരുന്നു. ആ വീഡിയോന്റെ താഴെ പലപേരും വളരെ വൾഗറായിട്ടാണ് കമന്റ് ചെയ്തത്. ആ ചില കമന്റുകൾ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ പറയുന്നത്, അവരെ ഒരുമിച്ചിട്ട് നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്ന ഇടയിൽ മറ്റുള്ളവർക്ക് എന്താണ് കടലായിട്ട് മാറേണ്ട ആവശ്യം? എന്തിനാണ് ആ പാവങ്ങൾ ആ ദമ്പതിമാരെ വെറുതെ എന്തിനാണ് ഈ രീതിയിൽ മോശമായ രീതിയിലൊക്കെ കമന്റ് ഇട്ടിട്ട് ക്രൂശിക്കേണ്ട ആവശ്യം? അവർ മറ്റുള്ളവർക്ക് ഒരു ദ്രോഹവും വരുത്തുന്നില്ലല്ലോ. അത് മാത്രമല്ല, അവർ ലീഗലായിട്ട് നിയമപരമായിട്ടാണ് അവർ ജീവിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാരായിട്ടാണ് അവർ ജീവിക്കുന്നത്. അല്ല മറ്റുള്ള പൊതുശല്യമായിട്ടുള്ള രീതിയിലും നല്ല ജീവിക്കുന്നത്. പൊതുശല്യമായ രീതിയിൽ ജീവിക്കുന്ന തരത്തിലുള്ള കമന്റുകളാണ് അവരുടെ വീഡിയോക്ക് താഴെ കൊടുക്കുന്നത്. അവരുടെ യൂട്യൂബ് ചാനലിന്റെ വീഡിയോക്ക് അവർ ചെയ്യുന്ന വീഡിയോന്റെ താഴെയൊക്കെ കൊടുക്കുന്നവരുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ അവർക്കെതിരെ എന്തിനാണ് ഇങ്ങനെയെല്ലാം കമന്റുകളും മറ്റൊക്കെ കൊടുത്തിട്ട് അവർ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നത്? അവർക്ക് പ്രായത്തിന്റെ വ്യത്യാസങ്ങളിലുള്ള ഒരു കോംപ്ലക്സ് ഒന്നും അവർ കാണിക്കുന്നില്ല. അവർ വളരെ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. അവർക്കില്ലാതെ വിഷമം ഈ കമന്റ് ഇടുന്നവർക്ക് എന്താണ് പ്രശ്നം? ഇപ്പൊ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ അവർക്ക് ഞാൻ 100% സപ്പോർട്ട് കൊടുക്കുന്നതാണ്. അവരുടെ ദാമ്പത്യം ഇതുപോലെ സന്തോഷകരമായിട്ട് എന്ന് മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങേയറ്റം ഈ ദാമ്പത്യ രീതിയിൽ തെരഞ്ഞെടുത്തത് അവരെ അങ്ങേറ്റം പ്രശംസിക്കുന്നു. ഒരാളെ കുറിച്ചിട്ട് പ്രശ്നം പറയുമ്പോൾ ആ പറയുന്നവർക്കുള്ള പ്രശ്നം ഉണ്ടാവണം. അവർക്ക് ആ ദമ്പതിമാർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. അവർ സന്തോഷമായിട്ട് അവരെ ഹാപ്പി ആയിട്ട് അവർ എൻജോയ് ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. വിവാഹത്തിന്റെ ഇത് പ്രായത്തിന്റെ വ്യത്യാസമല്ല. പ്രായമോ വിദ്യാഭ്യാസമോ അതല്ല സൗന്ദര്യം എല്ലാം മുഖ്യ ഘടകം. പരസ്പരം മനസ്സിലാക്കി സ്നേഹിക്കലാണ് ഒരു ദാമ്പത്യത്തിന്റെ മുഖ്യ ഘടകം. പിന്നെ ഇപ്പോൾ ഭാര്യക്ക് എത്ര വിരൂപിയായ ഭർത്താവായാലും ശരി, ഭർത്താവിന് എത്ര വിരൂപിയായ ഭാര്യയായാലും ശരി, അവർക്കിടയിൽ തമ്മിൽ ഐക്യവും പരസ്പരം മനപ്പൊരുത്തവും പരസ്പര സ്നേഹമുണ്ടെങ്കിൽ അവരുടെ ദാമ്പത്യം തന്നെയാണ് സ്വർഗീയമായിട്ടുള്ള ദാമ്പത്യം. അല്ലാതെ പ്രായത്തിന്റെ ഇതോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ഇതോ അല്ലെങ്കിൽ തൊഴിലുറപ്പിന്റെ ഇതോ അല്ലെങ്കിൽ മറ്റുള്ള സൗന്ദര്യത്തിന്റെ ഘടകം വെച്ചിട്ടൊന്നല്ല ഒരു ദാമ്പത്യത്തെ അളന്നു നോക്കേണ്ടത്. ഒരു മനപ്പൊരുത്തത്തോടുകൂടി സന്തോഷത്തോടുകൂടി മനസമാധാനത്തോടു കൂടി ജീവിക്കുമ്പോഴാണ് ആ ദാമ്പത്യം വളരെ സക്സസ് ആയി നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അവരുടെ ദാമ്പത്യം വളരെ സക്സസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെന്തിനാണ് അവരെ കുറിച്ചിട്ടുള്ള രീതിയിലുള്ള മോശമായ കമന്റ് ഇട്ടിട്ട് അവരെ വേദനിപ്പിക്കേണ്ട ആവശ്യം? നമ്മൾ ഒരാൾക്കും ഉപകാരം ചെയ്തിട്ടില്ലെങ്കിൽ ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു ചിന്താഗതി ഓരോ വ്യക്തികൾക്കും ഉണ്ടാവുക.